Assalamu alaikum. Bismillah wa salatu wa salamu ala ashrafil mursaleen wa ala alihi wa sahbihi ajmain amma ba'd. Myself Saliha Bilal from S2A. ഇന്ന് ഞാൻ ഈ വേദിയിലിരിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ വന്ന ഇസ്ലാമിക മാറ്റത്തെക്കുറിച്ച്, അതായത് സെയ്ത്തൂനി വന്നതിന് ശേഷമുള്ള എൻ്റെ ഇസ്ലാമിക ചേഞ്ചസിനെ കുറിച്ച് നിങ്ങളുമായി സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പം ഞാൻ സെയ്ത്തൂനിൽ വരുന്നതിന് മുമ്പ് എനിക്ക് ഇസ്ലാമിക്സിൽ വളരെ ബാക്കിലായിരുന്നു ഞാൻ. അതായത് ഖുർആൻ ഓതുന്നതിലായാലും നിസ്കാര കാര്യങ്ങളായാലും അത്രയധികം ഞാൻ ശ്രദ്ധിക്കുന്നേ ഇല്ലായിരുന്നു. പക്ഷേ സെയ്ത്തൂനിൽ വന്നതിന് ശേഷമാണ് എനിക്ക് ഞാൻ അതിലൊരു മുൻഗണന കൊടുക്കാൻ തുടങ്ങി. അതായത് നിസ്കാരം അതിൻ്റെ സമയത്ത് നിർവഹിക്കാനും പിന്നെ ഖുർആൻ ഓതുന്നതിൽ നല്ല ഫ്ലുവൻ്റായിട്ട് ഓതാനും ഇവിടുത്തെ ക്ലാസ്സുകൾ കൊണ്ടാണ് ഇതെല്ലാം എനിക്ക് കിട്ടിയത്. മാത്രമല്ല, ഞാൻ കോട്ടയത്ത് നിന്നാണ്, എൻ്റെ വീട് കോട്ടയമാണ്. അപ്പം ഞങ്ങളുടെ അവിടെ ഇസ്ലാമിക്സ് മദ്രസകൾ വളരെ കുറവാണ്. മാത്രമല്ല, ഈ ഇസ്ലാമിക്സും അക്കാഡമിക്സും ഒരുപോലെ കൊണ്ടുപോകുന്ന ഒരു ക്യാമ്പസും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പം എൻ്റെ വാപ്പാണ് എനിക്ക് ഈ ക്യാമ്പസ് പ്രിഫർ ചെയ്തത്. വാപ്പ എനിക്കൊരു ദിവസം യൂട്യൂബിൽ വീഡിയോ കാണിച്ചു തന്നു. സെയ്ത്തൂനെ കുറിച്ചുള്ള ഒരു വീഡിയോ എനിക്ക് കാണിച്ചു തന്നിരുന്നു. അപ്പോൾ പറഞ്ഞു, ഈ ഇസ്ലാമിക്സും ഉണ്ട് അക്കാഡമിക്സും ഉണ്ട്, നല്ല രീതിയിൽ രണ്ടും മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ക്യാമ്പസാണ് സെയ്ത്തൂൻ, റെസിഡൻഷ്യൽ ക്യാമ്പസാണെന്ന് മനസ്സിലായി. അപ്പം ഞാൻ വിചാരിച്ചു എങ്കിൽ ഇങ്ങോട്ട് തന്നെ വരാമെന്ന് വിചാരിച്ച് ഇവിടെ വന്നു. അഡ്മിഷൻ കിട്ടി, അൽഹംദുലില്ലാഹ്. പിന്നീട് എനിക്ക് ഇവിടുത്തെ ഇസ്ലാമിക്സ് ആദ്യമൊക്കെ വളരെ ടഫായിരുന്നു. എനിക്ക് ഇസ്ലാമിക്സ് പഠിക്കാനാണെങ്കിൽ ഭയങ്കര പാടായിരുന്നു. അറബി അത്ര വായിക്കാൻ എനിക്ക് ഒട്ടും ഫ്ലുവൻ്റ് അല്ലാത്തതുകൊണ്ട് ഞാൻ അറബിയൊക്കെ മംഗ്ലീഷിലും ഇംഗ്ലീഷിലും ഒക്കെ ആയിരുന്നു എഴുതി വെച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം എനിക്കത് അൽഹംദുലില്ലാഹ് അറബി തന്നെ വായിക്കാൻ പറ്റുന്നുണ്ട്. മാത്രമല്ല, ഖുർആൻ ഓതുന്നതിലാണെങ്കിൽ ഞാൻ അത്ര ഫ്ലുവൻ്റ് ആയിട്ടൊന്നും ഓതത്തില്ലായിരുന്നു. ഇവിടെ വന്നപ്പോൾ ഞാൻ 0 ലെവലിലായിരുന്നു. ഇപ്പം ഞാൻ കിറാത്തിലെത്തി. അതും എനിക്ക് ഇസ്ലാമിക്സ് പഠിക്കുന്ന എൻ്റെ ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് എന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ വന്നതിന് ശേഷം. അക്കാഡമിക്സ് എനിക്ക് അതുപോലെ തന്നെ, പക്ഷേ ഇസ്ലാമിക്സാണ് എനിക്ക് കൂടുതലും മുന്നോട്ട് പോകുന്നതായിട്ട് തോന്നിയത്. അക്കാഡമിക്സ് കുഴപ്പമില്ല, പക്ഷേ എൻ്റെ അച്ചീവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക്സ് തന്നെ എനിക്ക് മുന്നോട്ട് കൊണ്ടുവന്ന എൻ്റെ അച്ചീവ്മെൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. മാത്രമല്ല, ഇവിടെ ഹദ്ദാദ് ചൊല്ലുന്നുണ്ട്, മജ്ലിസിനൂറുണ്ട്. ഇതൊന്നും ഞങ്ങൾ വീട്ടിൽ ചെയ്യാറില്ലായിരുന്നു. ഹദ്ദാദ് അങ്ങനെ ചൊല്ലാറില്ലായിരുന്നു. അറിയാമായിരുന്നു ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന്, പക്ഷേ ഉമ്മ ചൊല്ലുമായിരുന്നു. പക്ഷേ ഞാൻ അങ്ങനെ ചൊല്ലാറൊന്നുമില്ലായിരുന്നു, മജ്ലിസിനൂറാണെങ്കിലും. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ഹദ്ദാദും മജ്ലിസിനൂറും ഒക്കെ ചൊല്ലി വീട്ടിൽ പോയി ഉമ്മ ചൊല്ലാൻ മറന്നാലും ഞാൻ ഉമ്മാനെ കൊണ്ടും ചൊല്ലിപ്പിക്കും, ഞാനും ചൊല്ലും. മാത്രമല്ല, ഇവിടെ സ്വലാത്തുകൾ കുറേ പുതുതായിട്ട് കേട്ട കുറേ ദിക്കറുകളൊക്കെ ഉണ്ട്. അത് ഞാൻ ചിലപ്പോൾ എഴുതി വെക്കും, ചിലപ്പം അത് ഉമ്മ ഫോൺ വിളിക്കും, ഉമ്മായൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും. മാത്രമല്ല, ഞങ്ങൾ ടൗണിലൊക്കെ ചുമ്മാ ഇങ്ങനെ നടക്കുമ്പോൾ സാധനമൊക്കെ മേടിച്ചിട്ട് തിരിച്ച് വരുമ്പോഴത്തേക്കിന് ഞാൻ ഉമ്മാനോട് പറയും, നമുക്ക് വെറുതെ ഇങ്ങനെ സംസാരിച്ച് നടക്കുന്നതിലും ഭേദം എല്ലാം ദിക്കർ ചൊല്ലിക്കൊണ്ട് നടക്കാം, അതിൻ്റെയും കൂടി കൂലി നമുക്ക് കിട്ടിക്കോളുമല്ലോ, ആ ഒരു രീതിയിലാണ് ഉമ്മാനോട് പറയുക. പിന്നെ ഞാൻ ഇവിടെ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് എന്നെ ഒട്ടും ഫോഴ്സ് ചെയ്തില്ല. നിനക്ക് പോകണം മാത്രം പോയച്ചാൽ മതി, ഒരു നിർബന്ധവും ഇല്ല, നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു പോയേക്കാം. കാരണം ഇസ്ലാമിക്സ് അക്കാഡമിക്സ് ഇതുപോലെ വന്ന് വേറൊരു ഞങ്ങളുടെ ഭാഗത്തോട്ട് തീരെയില്ല നല്ല ഇല്ല. അവിടെ ആ കോട്ടയം ഭാഗത്തോട്ട് അങ്ങനത്തെ ഒരു കോളേജ് ക്യാമ്പസ് ഇല്ല. അതുകൊണ്ടാണ് ഇവിടെ പ്രിഫർ ചെയ്തത്. പിന്നെ നിസ്കാരം അതിൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ ഞാൻ മുമ്പ് സമയങ്ങൾ നിസ്കാരത്തിന് ഇതൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ചിലപ്പോൾ നിസ്കരിക്കുന്ന ലുഹർ നിസ്കരിക്കുന്ന അസർ ബാങ്ക് വിളിക്കുന്നത് തൊട്ട് മുന്നായിരിക്കും, ചിലപ്പോൾ കള്ളായി പോയിട്ടുണ്ടാവും, അങ്ങനെയൊക്കെയായിരുന്നു. പക്ഷേ ഇപ്പം നിസ്കരിക്കാതിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിനെ നമ്മളിട്ട് അലട്ടുന്ന പോലെ എന്താ നിസ്കരിക്കാത്ത അങ്ങനെ രീതിയിലായി. അപ്പോൾ അതൊക്കെ എനിക്ക് വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. എല്ലാം അതിൻ്റേത് അടുക്കും ചിട്ടയും വന്നത് എനിക്കിവിടെ വന്നതിന് ശേഷമാണ്. മാത്രമല്ല, ഇവിടെ ഹദീസും തഫ്സീറും ഒക്കെ ആദ്യം എടുത്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ഫിഖ് മലയാള ഭാഷ ആയതുകൊണ്ട് പഠിക്കാൻ വളരെ എളുപ്പമായിരുന്നു. പക്ഷേ ഹദീസും തഫ്സീറും അറബി ആയതുകൊണ്ട് ഭയങ്കര ഹദീസൊക്കെ കാണാൻ പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ വലിയ സംഭവമായിരുന്നു എനിക്ക്. കാരണം ഭയങ്കര പ്രയാസമായിരുന്നു എനിക്കത് കാണാൻ പഠിക്കാൻ. ഞാൻ അത് ഇംഗ്ലീഷിലൊക്കെ എഴുതി പഠിച്ചു. ഒരു ഹദീസ് പഠിച്ചാൽ എനിക്ക് വലിയ കാര്യമായി. പിന്നെ വീട്ടിലൊക്കെ എന്തെങ്കിലും കാര്യം പറയുമ്പോഴത്തേക്കിന് ഉടനെ ഞാൻ ഹദീസ് എടുത്തിടും, ഇല്ലെങ്കിൽ അതിൽ അർത്ഥമോ മീനിങ്ങോ എന്തെങ്കിലുമൊക്കെ അങ്ങ് എടുത്തിടും, ഇച്ചിരി ആളാവാൻ വേണ്ടി ഉമ്മയുടെ മുമ്പിൽ അങ്ങനെയൊക്കെ ചെയ്യായിരുന്നു. പിന്നെ ഇവിടെ വന്നതിന് ശേഷം കുറേ കാര്യങ്ങളിൽ എങ്ങനെയൊക്കെ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാം, ഇല്ലെങ്കിൽ അതെങ്ങനെ മുൻകടങ്ങാം, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഞാൻ പഠിച്ചിരുന്നു. അപ്പം നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ പഠിച്ചാലും അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാബല്യത്തിൽ കൊണ്ടുവരിക എന്നതാണ് ഏറ്റവും വലിയ മുഖ്യമായ കാര്യം.
അപ്പം അതിന് എല്ലാവരും ശ്രമിക്കുക. അതിന് അല്ലാഹു തആല എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ഞാനിവിടെ വന്നേ ജൂൺ 3 വന്ന് ബീഹാറിനെ. എനിക്ക് മലയാളം ഒന്നും അറിയില്ല. ഞാൻ ബീഹാർ സിലബസിൽ ഹിന്ദി മീഡിയമിനെ പഠിച്ചത്. എത്ര ക്ലിയറായിട്ട് ഇംഗ്ലീഷ് അറിയില്ലാത്ത ഞാൻ ഇവിടെ വന്നേ. അപ്പോൾ ഇവിടെ ഞാൻ വന്നേ ഫുഡ് ലാംഗ്വേജ് ഒന്നും അറിയില്ലാത്ത ഞാൻ ഇവിടെ വന്നേ. പുതിയൊരു വേൾഡ് എനിക്ക് ഇവിടെ ഉണ്ടായിനി. ഞാൻ നോർത്ത് സൈഡിനെ സൗത്തിനെ വന്ന് ഫസ്റ്റ് എക്സ്പീരിയൻസ് ജയ്ത്തൂനെ വന്ന്. ഞാൻ കേരളത്തിൽ വന്ന ഫസ്റ്റ് ജയ്ത്തൂനെ വന്നതാണ്. അപ്പോൾ ഞാൻ ഇവിടെ വന്നത് മലയാളം, ഇംഗ്ലീഷ്, അങ്ങനത്തെ അറബിക് കുറേ കാര്യങ്ങൾ, കുറേ ആക്ടിവിറ്റീസ് ഞാൻ ഈ ജയ്ത്തൂനെ പഠിച്ചത്. എനിക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് സൗത്തിനത്തെ ജയ്ത്തൂൻ ക്യാമ്പസാണ്. ഇവിടുത്തെ എനിക്ക് ഇമ്പ്രൂവ്മെൻ്റ് ആണ്. എല്ലാം എനിക്ക് ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടിയത് ജയ്ത്തൂനാണ്. നിസ്കരിക്കാനും ഇപ്പോൾ ഞാൻ വീടിൻ്റെ 3 ക്ലാസ്സിന് മാത്രം മദ്രസ പഠിച്ചത്. എനിക്ക് ക്ലിയറായിട്ട് നിസ്കാരം മാത്രം അറിയാം. ഇസ്ലാമിക്സിൽ എനിക്ക് ഒന്നും അറിയില്ല. ഞാൻ ആ ടൈമിൽ ഇപ്പോൾ ഞാൻ ഇസ്ലാമിക്സിന് ഒരു റൂൾസ് ഹദ്ദാദ് എനിക്കൊന്നും അറിയാം. ഹദ്ദാദ് എന്താണ് ഈ വേർഡ് ഞാൻ കേട്ടിട്ടില്ല ഇവിടുത്തെ മുമ്പിൽ. ഹദ്ദാദ്, മജ്ലിസ് ഇങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടില്ല. ഇവിടെ വന്നതിന് എനിക്ക് ഹദ്ദാദ്, മജ്ലിസ്. അപ്പോൾ ഇസ്ലാമിക്സിന് ഒരു റൂൾസിൻ്റെ നമ്മളെ മദ്ഹബിൻ്റെ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും എല്ലാം ഞാൻ ഇവിടെ ജയ്ത്തൂനെ പഠിച്ചതാണ്. അതിനും അവൾ എക്സ്പീരിയൻസ് പറഞ്ഞാൽ ജയ്ത്തൂനെ നമ്മൾ വേറെ നമുക്ക് നല്ല പ്രഷർ ഉണ്ടാവും. അങ്ങനെ പറയൂലേ നമുക്ക് MDT ഉണ്ട്, DV ഉണ്ട്. അവളെ സാർമാർ എന്തിനാ നമുക്ക് മാസത്തെ 3-4 ദിവസം ലീവിൻ്റെ നമുക്ക് പോകാൻ പറ്റില്ല, ക്യാമ്പുണ്ടാവും. പക്ഷെ ശരിക്കും നോക്കാൻ നമ്മൾ ജയ്ത്തൂനൊരു ഫ്യൂച്ചർ പ്ലാൻ നല്ല ഒരു ഇതാണ് ക്യാമ്പസ് ആണ്. നമ്മൾ ശരിക്കും നമ്മൾ നോക്കണേ ജയ്ത്തൂനെ പഠിച്ച് നമ്മളെ കുട്ടികളെ ഡൽഹി യൂണിവേഴ്സിറ്റി അങ്ങനത്തെ കാര്യങ്ങൾ പഠിക്കാൻ നമ്മളെ ജയ്ത്തൂനെ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ നോക്കണേ ഞാൻ ഒന്നും അറിയില്ലാത്ത ഇവിടെ വന്നതാ. എനിക്ക് നോക്കണേ എനിക്ക് നല്ല ഇമ്പ്രൂവ്മെൻറ്റ്, കുറേ ആക്ടിവിറ്റീസ്, ഇസ്ലാമിക്സ്, അക്കാഡമിക്സ് അങ്ങനെ പുറത്തുനിന്ന് കുറേ ആക്ടിവിറ്റീസ് ഈ ജയ്ത്തൂനെ കിട്ടിയതാ. അസ്സലാമു അലൈക്കും. Assalamu alaikum. My name is Nada and I'm from C2. അപ്പോൾ ഞാൻ ഈ ഓപ്പർച്യൂണിറ്റി തരാൻ വേണ്ടി KYനെ വളരെ I'm really grateful for her because she gave me this opportunity. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ഇപ്പോൾ പറയാൻ പോണ്. ഫസ്റ്റ് എനിക്ക് നാട്ടിനെ പറ്റി ഒന്നും അറിയില്ലായിരുന്നു. ഞാൻ നാട്ടിൽ സാധാരണ വെക്കേഷൻസിന് മാത്രം വരാറുള്ളൂ. ഞാൻ ദുബായിലായിരുന്നു ജനിച്ചതും വളർന്നതും അവിടെയായിരുന്നു. അപ്പോൾ എനിക്ക് ദുബായിനെ പറ്റി മീൻസ് ഇപ്പം നാട്ടിനെ പറ്റി അധികം അറിയില്ലായിരുന്നു. അപ്പോൾ ഫസ്റ്റ് എനിക്കൊട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ഞാൻ നാട്ടിൽ പഠിക്കുന്നത്. ഞാൻ ഫുള്ള് പ്രതീക്ഷ ഞാൻ ദുബായിൽ തന്നെ പഠിക്കുള്ളൂ. എനിക്ക് ഐ ഡോണ്ട് നോ ദി ഔട്ട്സൈഡ് വേൾഡ്. സോ അപ്പോൾ ഇവിടെ വന്നപ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ വന്നെന്നാണ് ഞാൻ പറയാൻ പോണേ. എനിക്കിവിടെ വന്നപ്പോൾ ഷെയറിങ് ഹാബിറ്റ്സ്, ഐ ഡെവലപ്പ് ന്യൂ ഷെയറിങ് ഹാബിറ്റ്സ് ആൻഡ് ഐവ് ലേൺ ഹൗ ടു ഹാൻഡിൽ മണി. എങ്ങനെ പൈസ മീൻസ് ഇതാക്കാൻ വേണ്ടി സേവ് ചെയ്യാനും എങ്ങനെ യൂസ് ചെയ്യാനൊക്കെ പഠിച്ച് ഇവിടെ ഇതാണ്. പിന്നെ സാധാരണ എൻ്റെ അബ്ബയുടെ കാശും കൊണ്ട് ഞാൻ സ്പെൻഡ് ചെയ്യാറുള്ളത്. അപ്പോൾ അങ്ങനെ പിന്നെന്താ ഇങ്ങനെ I learned how to live alone. എങ്ങനെ മീൻസ് സാധാരണ ഇപ്പം എൻ്റെ അബ്ബയും അമ്മച്ചിയും ദുബായിലാണ്. അപ്പോൾ ഞാനാണ് ഇപ്പം എല്ലാവരും സ്വന്തമായിട്ട് നോക്കണത്. ഇപ്പം ഞാനിപ്പോൾ തിരിച്ച് വീട്ടിൽ പോയാലും ഞാൻ സ്വന്തമായിട്ട് ജീവിക്കാനും പഠിച്ച്, പിന്നെ കൂടെ ട്രാവൽ ചെയ്യാൻ പഠിച്ച്. സാധാരണ ഞാനും എൻ്റെ അബ്ബയും അമ്മച്ചിയും ഐ വാസ് സ്പൂൺ ഫെഡ് ബൈ മൈ പാരൻസ്. അപ്പോൾ ഞാൻ എൻ്റെ അബ്ബയും അമ്മച്ചിയും കൂടെ എപ്പോഴും പുറത്ത് പോകാറുള്ളൂ. അങ്ങനെ ഐ ലേൺ ഹൗ ടു ട്രാവൽ ഓൺ. പിന്നെ ഇങ്ങനെ വീട്ടിൽ പോകാനായിരിക്കോട്ടെ, ഇങ്ങനെ ട്രെയിൻ വഴിയായിരിക്കും. മീൻസ് ഞാനും എൻ്റെ ഫ്രണ്ട്സ് മാത്രം പോവുള്ളൂ. പിന്നെ തിരിച്ച് ദുബായിലേക്ക് ഞാൻ ഒറ്റയ്ക്ക് മാത്രം പോകാറുള്ളൂ. അങ്ങനെ അതൊക്കെ പഠിച്ചത് ഇവിടെ വന്നിട്ടാണ്.
പിന്നെ എനിക്ക് ഇവിടെ വന്നപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഇവിടെ വന്നിട്ടാണ് എനിക്കൊരു എയിം വന്നത്, ഒരു മോട്ടിവേഷൻ വന്നത്. ഇങ്ങനെ പഠിക്കാൻ വേണ്ടിയുള്ള മോട്ടിവേഷൻ വന്നത് ഇവിടുന്ന് വന്നിട്ടാണ്. എനിക്ക് അധികം ഉണ്ടായിരുന്നില്ല. ഞാൻ പഠിക്കണത് എന്തിനാ, വെറുതെ, ഇങ്ങനെയാണ് ഞാൻ ചിന്തിച്ചത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ എൻ്റെ ടീച്ചേഴ്സ് ആയിക്കോട്ടെ നല്ല ടീച്ചേഴ്സായിരുന്നു. സഫ്ന മാം ആയിക്കോട്ടെ, ഷർഫ് അലി സാർ ആയിക്കോട്ടെ, ഉവൈസ് സാർ ആയിക്കോട്ടെ, എല്ലാവരും ആയിക്കോട്ടെ, ഇവരൊക്കെ, അസ്ലം സാർ ആയിക്കോട്ടെ, എല്ലാവരും ആയിക്കോട്ടെ, അവരൊക്കെ എനിക്കൊരു മോട്ടിവേഷൻ തന്നു. പഠിക്കണം, എനിക്കൊരു നല്ല കോളേജ് കിട്ടണം. അതൊക്കെ എനിക്ക് ഇവിടെ വന്നപ്പോഴാണ് ഞാൻ കോളേജിനെ പറ്റി, എന്താ യൂണിവേഴ്സിറ്റി, എന്താ കോളേജ് അറിയണത് ഇവിടെ വന്നിട്ടാണ്. അപ്പോൾ അങ്ങനെ എയിം വന്നത് ഇവിടെ വന്നിട്ടാണ്. പിന്നെന്താ, പിന്നെ അങ്ങനെ പിന്നെ അത് പിന്നെ അത് പിന്നെ അത് അങ്ങനെ ഞാൻ പിന്നെ ഇസ്ലാമിക്കിൻ്റെ കാര്യത്തിനെ പറ്റിയും ഞാനിവിടെ വന്നിട്ടാണ് പഠിച്ചത്. ഇസ്ലാമിക്ക് മദ്രസയ്ക്കോട്ടെ ഞാൻ അവിടെ ഇതാക്കിയിട്ടുണ്ടായിരുന്നു. എന്താ ഇസ്ലാമിക്സിൻ്റെ കാര്യത്തിനും ഞാനിവിടെ വെച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി, എൻ്റെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി. കൂടുതൽ ഞാൻ അവിടെ സംസാരിക്കാറുള്ളത്, ഇപ്പം എൻ്റെ അബ്ബയും ഉമ്മച്ചും ആയിക്കോട്ടെ, അവരെല്ലാവരും എന്താ അവരെ വർക്ക്സിലാണ് പോകുന്നത്, അവർ ജോബ്സിൽ പോവും. അപ്പോൾ എനിക്ക് അധികം ഇൻട്രാക്ട് ചെയ്യാൻ സമയമൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ കൂടുതൽ സ്കൂളിലാണ് ഇൻട്രാക്ട് ചെയ്യാറുള്ളത്, അത് ഇംഗ്ലീഷിലും. അപ്പോൾ മലയാളത്തിൽ സംസാരിക്കാൻ അധികം ഫ്ലുവൻസി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഫ്ലുവൻസി വന്ന് മലയാളം സംസാരിക്കാൻ വേണ്ടി. ഇപ്പോഴും തട്ടിമുട്ടിയിട്ടാണ്, പക്ഷേ എനിക്ക് ശരിക്കായിട്ടും മലയാളം സംസാരിക്കാൻ ഇവിടെ വന്നിട്ടാണ് പഠിച്ചത്. അങ്ങനെ ശരി, അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ഞാൻ നിദാശ്വരൻ, ഞാൻ S2B വരുന്നു. ഞാൻ +1 പറയണേ, ഞാനിങ്ങനെയല്ല എനിക്കിനല്ലോ, ഞാൻ ഇത്ര ആക്റ്റീവ് അല്ലായിരുന്നു. ഞാൻ പ്രോഗ്രാംസ് ഇങ്ങനത്തെ ഒന്നുമില്ല, ഞാൻ ഇതുവരെ ഇൻവോൾവ് ആയിട്ടില്ല. ഈ വോളണ്ടിയേഴ്സ്, ലീഡിങ്, അതിനൊന്നും എനിക്കൊരു കപ്പാസിറ്റി ഉണ്ടെങ്കിലും ബട്ട് ഞാനത് പുറത്തേക്ക് എടുക്കില്ലായിരുന്നു. പണ്ടത്തെ സ്കൂളൊക്കെ തന്നെയാണെങ്കിൽ ഇപ്പം ഒരു പ്രോഗ്രാം ഒരു സാറ് ഏൽപ്പിക്കണമെങ്കിൽ ഞാൻ പരമാവധി ഒന്ന് ഒഴിഞ്ഞു മാറും. ബിക്കോസ് ഞാൻ വിചാരിക്കും എന്തെങ്കിലും പ്രശ്നം പറ്റിയാലോ, എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാലോ, അപ്പോൾ ഞാൻ ഏറ്റെടുക്കലില്ല. ഇപ്പോൾ +1 തന്നെയാണെങ്കിലും ഞാൻ പ്രോഗ്രാംസിൽ ഒന്നും അങ്ങനെ ഏറ്റെടുത്തില്ല. ക്ലാസ്സിലാണെങ്കിൽ ഓക്കെ, നമ്മളെ കഴിഞ്ഞ ZLF ക്ലാസ് വൈസ് കോമ്പറ്റീഷൻ ആയിരുന്നു, അത് കോർഡിനേറ്റ് ചെയ്തു. അതേപോലെ തന്നെ മീലാദ്, അതൊക്കെ നമ്മൾ സെറ്റായിരുന്നു. പക്ഷേ ക്ലാസ്സിൽ ആ കംഫേർട്ട് സോൺ, അതിൻ്റെ പുറത്തേക്ക് വരുമ്പോൾ എങ്ങനെ ഒരാളോട് ഇതാക്കണം അതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷേ സെക്കൻഡ് ഇയർ +2 എത്തിയപ്പോൾ ഫസ്റ്റ് പ്രോഗ്രാം ആയിരുന്നു, നമുക്ക് ഫ്രഷേഴ്സ് കഴിഞ്ഞു. ഖദീജ അഷ്റഫ് എന്നോട് പറഞ്ഞു കോർഡിനേറ്റർ ആവണം. ഞാൻ പറഞ്ഞു എന്നെക്കൊണ്ട് പറ്റൂല, ബിക്കോസ് എനിക്കിതുവരെ അങ്ങനത്തെ ഒരിതിലേക്ക് ഇറങ്ങിക്കില്ല, എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റുമോ അങ്ങനെയൊക്കെ ഭയങ്കരമായിരുന്നു. അപ്പോൾ പറഞ്ഞ് സാറില്ല, ഇന്നെന്തായാലും ഇറങ്ങുക അങ്ങനെയൊക്കെ പറഞ്ഞ് ഇറങ്ങി. അൽഹംദുലില്ലാഹ് നല്ലൊരു ഇവൻ്റായിരുന്നു നമ്മൾ കഴിഞ്ഞ്. അപ്പോൾ അത് കഴിഞ്ഞ മണ്ണാർക്കാട് സലീം മണ്ണാർക്കാട് ഉസ്താദിനെ പറഞ്ഞു എനിക്ക് നല്ല ലീഡിങ് കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ അതൊക്കെ നല്ല മോട്ടിവേഷൻ സത്യം പറയാൻ ആയി. അതിനുശേഷം ഇവിടെ എലക്ഷൻ, എല്ലാം എന്ത് പ്രോഗ്രാം എന്തുണ്ടെങ്കിലും ഒരു പുഷ് ചെയ്യേണ്ടിയിരുന്നു ബാക്കിൽ നിന്ന്. ബട്ട് എലക്ഷനിൽ ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിൽ ഞാൻ കാൻഡിഡേറ്റ് ചെയ്ത് നിന്ന്. അൽഹംദുലില്ലാഹ് അള്ളാഹുവിൻ്റെ ബർക്കത്തുകൊണ്ട് നിങ്ങളെല്ലാവരുടെ സപ്പോർട്ടുകൊണ്ട് ഞാൻ ഇപ്പോൾ സോഷ്യൽ ക്ലബിൻ്റെ ചെയർമാനാണ് ഇവിടെ. അതേപോലെ തന്നെ പറയുകയാണെങ്കിൽ എനിക്ക് ഇപ്പം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റായിട്ടൊരു അറ്റാച്ച്മെൻറ്റ് വന്നൊരു ഫീലാണ്. ആദ്യമൊക്കെ ഉണ്ടേനു, പക്ഷെ ഞാൻ വലിയ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷെ ഇപ്പം അൽഹംദുലില്ലാഹ് എല്ലാവരുമായിട്ട് ഓൾമോസ്റ്റ് കമ്പനി ആയിരിക്കും. അതേപോലെ തന്നെ ഞാൻ സ്റ്റേജിൽ ഞാൻ ഇതുവരെ കയറിയിട്ടില്ല എൻ്റെ ലൈഫിൽ. ഞാൻ ഫസ്റ്റ് കയറുന്നത് ഇതേപോലെ ഇലക്ഷനിൽ മീറ്റ് ദ കാൻഡിഡേറ്റ്സ് അതിന് എന്ത് പറയണോ ഒന്നും അറിയില്ല. കയറിയിട്ട് കൈങ്ങനെ വിറക്കിയേനു. ഇതെൻ്റെ സെക്കൻഡ് ടൈം. ഇത് തന്നെ ഖദീജ പറഞ്ഞ് കയറണം, എൻ്റെ പരിപാടിയുണ്ട്. ഞാൻ പറഞ്ഞു ഇല്ല, കുറേ ഞാൻ ഒഴിഞ്ഞു മാറി. പക്ഷേ എനിക്ക് റെഡിക്ക് കരണ്ട് പറഞ്ഞാലും എനിക്ക് ഒയ്യേനു, പിന്നെ ഒഴിഞ്ഞില്ല. ഇതേപോലെ ഉള്ളിൽ എനിക്ക് കോർഡിനേറ്റും ലീഡിങ്ങിനൊക്കെ പറ്റുന്ന കുറേ കുട്ടികൾ ഇതിലുണ്ട്. അപ്പം അത് പുറത്തെടുക്കാൻ ഏതെങ്കിലും ഒരാൾക്കെങ്കിലും ഇൻഫ്ലുവൻസ് ആവുമല്ലോ, അതിനെ കൊണ്ടാണ് ഞാൻ ഇപ്പോൾ വന്നത്. പിന്നെ അതേപോലെ തന്നെ കഴിഞ്ഞ ഞാൻ ഒരു ക്ലാസ്സിൻ്റെ ഉള്ളിൽ മാത്രമായിരുന്നു. ഇക്കൊല്ലം ഞാൻ മീഡിയ വിങ്ങിൻ്റെ ഒരു മെമ്പറാണ്. അതേപോലെ തന്നെ സോഷ്യൽ ക്ലബിൻ്റെ ചെയർമാനാണ്. ഇത്തുനിൽ വന്നിട്ട് എനിക്ക് നല്ല മാറ്റങ്ങളുണ്ട്. പക്ഷേ ഇനിയും നല്ല മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് എനിക്ക് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.
Assalamu alaikum warahmatullahi wabarakatuh. Myself Shana Fatima from UG second. സെയ്ത്തൂനിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്ന് പറയുമ്പം ഫസ്റ്റ് തന്നെ എനിക്ക് പറയുകയാണെങ്കിൽ ഇപ്പം ഇവിടെ വന്നിട്ട് സെയ്ത്തൂൻ്റെ മാറ്റങ്ങൾ പറയാൻ വേണ്ടി സ്റ്റേജിൽ ഇരിക്കാൻ വേണ്ടി ഒരു ധൈര്യം തന്നത് സെയ്ത്തൂനാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് പുറത്ത് +2 കഴിഞ്ഞതിന് ശേഷം പുറത്ത് പോയി പഠിക്കാനായിരുന്നു ഇഷ്ടം. പക്ഷേ ബ്രദർ സെയ്ത്തൂൻ സജസ്റ്റ് ചെയ്തത്. അപ്പം ഫസ്റ്റ് തന്നെ ഇസ്ലാമിക്സും അക്കാദമിക്സും ഒരുമിച്ചുള്ള കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ട് പോകുന്ന ക്യാമ്പസാന്ന് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു അല്ല അത് വേണ്ട, ഞാൻ ശരിക്കും +2 കഴിഞ്ഞിട്ട് എന്താ അടിച്ചു പൊളിക്കുന്ന ഒരു ക്യാമ്പസിൽ പോകണമെന്നൊക്കെ വിചാരിച്ചിരുന്ന ഒരാളാണ്. പിന്നെ ഞാൻ പറഞ്ഞു അത് പോയാൽ കുറച്ച് സ്ട്രിക്റ്റ് ആവുമല്ലോ വിചാരിച്ച് പിന്നെ ശരിക്കും ബ്രദർ ഭയങ്കരമായിട്ട് നിർബന്ധിച്ച് ഇവിടെ വന്നു. ഇവിടെ വന്ന് ഫസ്റ്റത്തെ മാസം തന്നെ എനിക്ക് എൻ്റെ അടുത്ത് മാറ്റം കാണാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പം എനിക്ക് മുറബിയ പോസ്റ്റ് കിട്ടി. അത് തന്നെ എൻ്റെ ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഞാൻ കാണുന്നത്. കാരണം ഇവിടുന്ന് തന്നെ ഒരുപാട് കുട്ടികൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്, എന്തിനാ വെറുതെ മുറബിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇവിടുത്തെ കുട്ടികളെ പുറകെ കടന്ന് വെറുതെ നല്ലൊരു ലൈഫ് കളയുന്നതെന്ന് എന്നോട് ഇവിടുന്ന് കുട്ടികൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊന്നും ഒരു കുറവായിട്ട് കണ്ടില്ല. കാരണം എനിക്ക് മൊയിൻ സാർ തന്നൊരു ഓപ്പർച്യൂണിറ്റി, അത് ശരിക്കും ഞാൻ ഒരു ലക്കി ആയിട്ട് എനിക്കതൊരു ഭയങ്കര വലിയ ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഞാൻ കണ്ടത്. പിന്നെ എന്താ വെച്ചാൽ ഇവിടെ +1 എൻ്റെ ഒരു അനിയത്തി ഒരു കസിനും പഠിക്കുന്നുണ്ട്. എൻ്റെ മാറ്റം കണ്ടിട്ട് തന്നെയാണ് അവരെ ഇവിടെ കൊണ്ട് ചേർത്തത്. എൻ്റെ പാരൻസിനോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ സെയ്ത്തൂനിൽ വരുന്നതിന് മുമ്പ് എന്താ വെച്ചാൽ ഇസ്ലാമിക്സിലൊന്നും ഞാൻ വലിയ ഒന്നുമല്ല. കാരണം എനിക്കൊന്നും കാണാതെ ഒന്നുമില്ലായിരുന്നു. ഇപ്പോൾ എന്താ പറയുക കുറേ ദിക്റുകളൊക്കെ ഇവിടെ വന്ന് ഇപ്പോൾ ഇവിടെ ഉള്ള കുട്ടികളത് ഞാൻ ഇങ്ങോട്ട് ആ കുട്ടികൾ എൻ്റെ അടുത്ത് വന്ന് പറയുമ്പം അതിലൊക്കെ എനിക്ക് ഭയങ്കര ഒരു പ്രൗഡ് തോന്നിയിട്ടുണ്ട്. പിന്നെന്താ വെച്ചാൽ കൂടുതലായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ ദീനിൽ തന്നെയാണ് എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ തോന്നിയത് ഇവിടെ സെയ്ത്തൂനിൽ വന്നതിന് ശേഷം. പിന്നെന്താ ഈ കഴിഞ്ഞ വർഷം ഞാൻ ഈ ZTOK എൻ്റെ സാറുമാർ, അതായത് ഇവിടുത്തെ സാറുമാർ എന്നെ കുറേ നിർബന്ധിച്ച ZTOKന് കൂടി. അതുപോലെ തന്നെ ഞാൻ ZTOKന് അൽഹംദുലില്ലാഹ് ഫൈനൽ റൗണ്ട് വരെ ഞാൻ ZTOKൽ എത്തിയിരുന്നു. ഇൻഷാ അല്ലാഹ് ഈ വർഷം എനിക്ക് എന്താ പറയുക ഒരു സെലക്ഷൻ റൗണ്ട് ഇല്ലാതെ ഫൈനലിലോട്ട് കയറാമെന്നാണ് പറഞ്ഞത് കഴിഞ്ഞ പ്രാവശ്യം സുലൈം സാറ്. അതൊക്കെ എൻ്റെ ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഞാൻ കണ്ടത്. പിന്നെ എന്താ വിചാരിച്ചാൽ എൻ്റെ ഉപ്പയും ഉമ്മയും, അതായത് അവർക്ക് +2 വരെ പറയുമ്പോൾ എന്നെ ഇപ്പം എന്താ ക്യാമ്പസിൽ നിന്ന് ട്രിപ്പ് വിടാനാണെങ്കിലും ഞാൻ പോയിട്ടില്ല. ശരിക്കും ട്രിപ്പ് പോയിട്ടില്ല. ഞാൻ ലൈഫിൽ ട്രിപ്പ് പോയിട്ടുണ്ടാവുക ചിലപ്പോൾ 8th നിന്നാണ്. കാരണം 8th എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു മാമനാണ് എൻ്റെ കൂടെ ഡ്രൈവറായി വന്നത്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ട്രിപ്പ് പോയത്. പിന്നെ പോയിട്ടില്ല. പിന്നെ സെയ്ത്തൂനിൽ വന്ന് ട്രിപ്പ് പോയിക്കോ കുഴപ്പമില്ല. കാരണം സെയ്ത്തൂൻ എൻ്റെ പാരൻസിന് എന്നെ വിശ്വാസം കൊടുത്തിട്ടുണ്ട്. എൻ്റെ പാരൻസിന് ശരിക്കും പറഞ്ഞാൽ +2 വരെ ഞാൻ എവിടെ പോകുമ്പോൾ ഒരു വേണ്ട അത് വേണ്ടാന്ന്. പക്ഷേ സെയ്ത്തൂനിൽ വന്ന് ശേഷം ഇപ്പോൾ ഒറ്റയ്ക്ക് എവിടെ പോവുകയാണെങ്കിലും ഇപ്പം എന്താ പറയുക എവിടെ പോവുകയാണെങ്കിലും ഒരു പ്രശ്നമില്ല. കാരണം ആ ഒരു വിശ്വാസം സെയ്ത്തൂനാണ് എൻ്റെ പാരൻസിന് കൊടുത്തത്. പിന്നെ വെച്ചാൽ എനിക്ക് എന്നിലുള്ള മാറ്റങ്ങളൊക്കെ സെയ്ത്തൂൻ തന്നതാണ്. അപ്പം അത്രേ ഉള്ളൂ. ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ വന്നപ്പോൾ റൂട്ടീൻ ഫോളോ ചെയ്യാൻ പറ്റി. ഇവിടെ എനിക്ക് സാധാരണ റൂട്ടീൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ വന്നപ്പോൾ മീൻസ് ഈ ഇന്ന സമയത്ത് ഇങ്ങനെ ചെയ്യുമ്പോൾ സമയത്തൊരു നമുക്കൊരു സമാധാനം ഉണ്ടാവുമല്ലോ റൂട്ടീൻ ഫോളോ ചെയ്യുമ്പോൾ. അപ്പോൾ എനിക്കുണ്ടായിരുന്ന എന്തൊരു സമാധാനം ഈ റൂട്ടീൻ ഫോളോ ചെയ്യുമ്പോൾ. പിന്നെ എനിക്ക് പറയാനുള്ളത് എൻ്റെ വാപ്പായുടെ ഉമ്മയുടെ ആദ്യം ഞാൻ നന്ദി പറയുന്നു. കാരണം അവർ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു ക്യാമ്പസിനെ കുറിച്ച് എനിക്ക് അറിയാൻ പറ്റിയത്. പിന്നെ ഇവിടുത്തെ ഫാക്കൽറ്റീസും ഉസ്താദുമാരും ടീച്ചേഴ്സും കുട്ടികളും എനിക്ക് നല്ല കുറേ ഫ്രണ്ട്സിനെ കിട്ടി. അതാണ് ഏറ്റവും വലിയ എനിക്കൊരു കാര്യമായത്. മാത്രമല്ല ഇവിടെ എൻ്റെ 1ാം ക്ലാസ് മുതൽ കൂടെ പഠിച്ചൊരു ഫ്രണ്ടുണ്ട് എനിക്ക്. അവളുള്ളതുകൊണ്ട് ഇവിടെ ഞാൻ അടിച്ചു പൊളിക്കുന്നു സത്യം പറഞ്ഞാൽ. അവളുള്ളതുകൊണ്ട് എനിക്ക് പിന്നെ ആദ്യം വന്നപ്പോൾ ഞാൻ ഓർത്ത് അത്ര ഫ്രണ്ട്സിനൊന്നും കിട്ടില്ല എന്ന്. പക്ഷേ അവളുള്ളതുകൊണ്ട് ഞങ്ങൾ ഓടി നടന്ന് ഫ്രണ്ട്സിനൊക്കെ ഒപ്പിച്ച് ക്ലാസ്സിലൊക്കെ നല്ല ആക്റ്റീവായി ഭയങ്കര ഓളമൊക്കെ വെച്ച് ജോളിയായിട്ട് നടക്കുന്നിപ്പം. പിന്നെ അത്രേ ഉള്ളൂ. ഓക്കെ. ഇനി വരുന്ന തലമുറക്ക് അല്ലെങ്കിൽ ഇപ്പം നമ്മളെ ZJP സ്റ്റുഡൻസിന് അല്ലെങ്കിൽ +1സിന് നിങ്ങൾ എന്ത് ഒരു നിങ്ങളുടെ എക്സ്പീരിയൻസിന് എന്ത് പറയണമെന്ന് നിങ്ങൾക്ക് അങ്ങനത്തെ എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടോ?
ഞാൻ പറയാം, ഇവിടെ വന്നിട്ട് ഇനി നിങ്ങൾക്ക് കുറേ DT ഉണ്ടായിക്കോട്ടെ, UT ഉണ്ടായിക്കോട്ടെ, CT ഉണ്ടായിക്കോട്ടെ, എല്ലാം ഉണ്ടായിക്കോട്ടെ, എല്ലാ T ഉണ്ടായിക്കോട്ടെ, നിങ്ങൾക്ക് ശരിക്കായിട്ട് ഇത് ജീവിതത്തിൽ ഒരു ഫ്രൂട്ട്ഫുള്ളായിട്ട് മാറുന്ന സംഭവമാണ് ഇവിടുത്തെ മൊത്തം ഹാർഡ്ഷിപ്സ്. No matter how many hardships you face here, you are actually going to actually have a good result in the future. നിങ്ങളാദ്യം ജെയ്ത്തൂൻ എക്സ്പീരിയൻസ് ചെയ്യാതെ തന്നെ പറയല്ലേ, ജെയ്ത്തൂൻ ഭയങ്കര പാടാണ്, ഭയങ്കര കുറേ MDT ഉണ്ട്, YV ഉണ്ട്, UT ഉണ്ട്, അതൊന്നും പറയല്ലേ. ആദ്യം ഒരു വർഷം നിന്ന് കഴിയുമ്പോഴേ മനസ്സിലാവുള്ളൂ ജെയ്ത്തൂൻ അടിപൊളിയാണെന്നുള്ള കാര്യം സത്യം പറഞ്ഞാൽ. അപ്പോൾ അത് ഉടനെ തന്നെ ക്വിറ്റടിച്ച് പോകാൻ നിൽക്കല്ലേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ ജെയ്ത്തൂനിൽ വന്നിട്ട് പ്രത്യേകിച്ച് ചേഞ്ച് അല്ല. ജെയ്ത്തൂനിൽ വന്നിട്ട് എങ്ങനെ 5 മിനിറ്റ് കൊണ്ട് യൂണിഫോം ഇട്ട് ഇറങ്ങാം, എങ്ങനെ 5 മിനിറ്റ് കൊണ്ട് ഫുഡ് കഴിക്കാം, എങ്ങനെ 5 മിനിറ്റ് കൊണ്ട് എല്ലാം ചെയ്യാം, അത് പഠിച്ച് ശരിക്കും പഠിച്ച്. എല്ലാപ്പോൾ റെഡി ആവാനും ഫുഡ് കഴിക്കാനും കുറേ സമയം എടുക്കലുണ്ട്. ഇവിടെ 2 മിനിറ്റ് കൊണ്ടും 5 മിനിറ്റ് കൊണ്ട് യൂണിഫോം ഇട്ട് ഇറങ്ങാൻ പഠിച്ച് ശരിക്കും. പിന്നെ ജെയ്ത്തൂൻ മാറ്റം, ഞാൻ ആദ്യം ഇങ്ങനെ തന്നെയായിരുന്നു. ജെയ്ത്തൂനിൽ വന്നിട്ട് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ജെയ്ത്തൂന് കുറച്ചുകൂടെ ഒരു ഇസ്ലാമിക്സ് ഇംപ്രൂവ് ആയി എന്നല്ല, ഇസ്ലാമിക്സ് കുറച്ചുകൂടി സ്ട്രോങ് ആയി എന്ന് പറയാം. ഇസ്ലാമിക്സ് ഇംപ്രൂവ് അല്ല, ഇസ്ലാമിക്സ് അതേയുള്ള ഇസ്ലാമിക്സ് കുറച്ചുകൂടി സ്ട്രോങ് ആയി. പിന്നെ ഇങ്ങനെ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുക, ഒറ്റയ്ക്ക് അതൊന്നും ഞാൻ ജെയ്ത്തൂനിൽ വന്ന് പഠിച്ചതല്ല, അതെല്ലാം ആദ്യമുണ്ട്. പിന്നെ ജെയ്ത്തൂനിൽ വന്നിട്ട് മാറ്റം ഇല്ലാത്ത ആൾക്കാരുണ്ടാവും, ഒരു ചേഞ്ചും ഒരു ഇമ്പ്രൂവ്മെൻറ്റും ഇല്ലാത്ത ആൾക്കാരുണ്ടാവും. പക്ഷേ ജെയ്ത്തൂൻ ആസ് എ റിയൽ റോളർ കോസ്റ്റർ ഓഫ് എക്സ്പീരിയൻസസ്, അത് മാത്രമേ പറയാനുള്ളൂ. ഈ ജെയ്ത്തൂനിൽ പഠിച്ചിറങ്ങുമ്പോൾ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യൂല. ദിസ് ഈസ് ദ പ്രോമിസ് ആൻഡ് വാറണ്ടി ദാറ്റ് ദേ ക്യാൻ ഗിവ് യു. താങ്ക് യു. ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടോ? ഇവരോട് ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് അവരുടെ എക്സ്പീരിയൻസിൽ നിന്ന്? അസ്സലാമു അലൈക്കും. പണ്ട് ഞാൻ ശരിക്കും പൊതുവെ പുറത്തേക്കൊക്കെ പോകുമ്പോഴും വീഡിയോ എടുക്കുമ്പോഴും ഫോട്ടോ എടുക്കുമ്പോഴും ഷാളെ തലയിടല്ല. സത്യം പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഞാൻ ഷാൾ ഇടാൻ വരെ പഠിച്ചത്. പിന്നെ സുന്നത്ത് നിസ്കരിക്കലില്ല, അങ്ങനെ ഫർള് ഞാൻ നിസ്കരിക്കൽ ശരിക്കും മീൻസ് അസർ നിസ്കരിക്കലിന് തൊട്ട് മുന്നിൽ നിസ്കരിക്കുള്ളൂ. അത് ഫുൾ കളാവ് വീട്ടിൽ. ഇവിടെ നേരെ തഹജ്ജുദ് നിസ്കരിക്കാനും ലൂഹ നിസ്കരിക്കാനും സുന്നത്ത് നിസ്കരിക്കാനൊക്കെ ഞാൻ ജെയ്ത്തൂൻ പറഞ്ഞാൽ ജെയ്ത്തൂൻ വന്നിട്ടാണ് പഠിച്ചത്. അത് ഇമ്പ്രൂവ്മെൻറ്റ് ചോദിച്ചാൽ ഞാൻ ശരിക്കും ഇത്ര നേരമായിട്ട് ലൈക്ക് ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഇസ്ലാമിക്കിന് നല്ല വാല്യൂ കൊടുക്കുന്നുണ്ട്. പണ്ടൊക്കെ ഞാൻ എനിക്ക് ഇസ്ലാമിക് കൊടുക്കാനൊക്കെ ഇസ്ലാമിക് തന്നെ ഞാൻ അത്ര ഇസ്ലാമിക് ഒരു സംഭവം എനിക്ക് അടുത്തൂടെ പോയിട്ടില്ല. പക്ഷെ ഇവിടെ നേരെ ഷാൾ ചുറ്റി നടക്കാൻ ഇപ്പം തന്നെ എൻ്റെ അമ്മ തന്നെ പറയാനുണ്ട്, ഇവിടെ വന്നാലാണ് ആ ഷാൾ ചുറ്റാനും അതൊക്കെ പഠിച്ചത് തന്നെ. അതുകൊണ്ട് എൻ്റെ അമ്മ പറയുന്നത് ലൈക്ക് ഞാൻ ഫുൾ ജെയ്ത്തൂനിൽ തന്നെ പഠിക്കുന്നതാണ്. എൻ്റെ കസിൻസൊക്കെ ഞാൻ അടുത്ത ജെയ്ത്തൂനിലേക്ക് വരാനുള്ള ഒരു ഇതിലാണ്. അതുകൊണ്ട് ജെയ്ത്തൂനോട് ഭയങ്കര താങ്ക് യു എന്ന് പറയണമെന്നുണ്ട്. എന്നാൽ ശരി, അസ്സലാമു അലൈക്കും. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടായെന്ന് എനിക്കറിയില്ല. ഞാൻ ജെയ്ത്തൂനിൽ വന്നതിന് ശേഷം ഫസ്റ്റ് വന്ന് ലീവിന് വീട്ടിൽ പോയ സമയത്ത് എന്താ വെച്ചാൽ ഇവിടെ വന്ന് ആ കുട്ടി പറഞ്ഞ പോലെ ഇപ്പം ഹിജാബിൻ്റെ കാര്യത്തിലാണെങ്കിലും മുടി മാഷാ അല്ലാ ശരിക്കും ഞാൻ കവർ ചെയ്യാൻ തുടങ്ങിയത് ഇവിടെ വന്നതിന് ശേഷമാണ്. അപ്പോൾ ഫസ്റ്റ് വന്ന് വീട്ടിൽ പോയതിന് ശേഷം ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ പോവുകയാണെങ്കിലോ ഒരു ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോവുകയാണെങ്കിലോ ഷോളൊന്നും മുടി മറിച്ചിടുമ്പോഴേക്കും എല്ലാവരും ഇങ്ങനെ മാറ്റി നിർത്തുമായിരുന്നു. ശരിക്കും എനിക്കത് ആ ഒരു സിറ്റുവേഷൻ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അത് ജെയ്ത്തൂനിൽ പോയി ദീനിയായ കുട്ടിയോളം മാറ്റി നിർത്തിയേക്ക് ശരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ സിറ്റുവേഷൻ ഉണ്ടായെന്ന് അറിയില്ല. ഫസ്റ്റൊക്കെ അത് നല്ല ഫീലായ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. പിന്നെ മനസ്സിലായി അവർക്ക് വേണ്ടി നമ്മൾ എന്തിനു വീണ്ടും മാറണം. ഫസ്റ്റിന് ജെയ്ത്തൂനിൽ വന്ന് ഇപ്പം എൻ്റെ ഫാമിലിയിൽ തന്നെ 2-3 പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്. അതായത് ഇപ്പം എൻ്റെ ഫാമിലി കസിൻസ് ആയിക്കോട്ടെ, ഇപ്പോൾ നല്ല പ്രോഗ്രാമിനൊക്കെ പോകുമ്പം അല്ലെങ്കിൽ വെഡ്ഡിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് എന്നോട് ചോദിക്കും, മുടിയൊക്കെ മറക്കാൻ തുടങ്ങി, ഈ ജെയ്ത്തൂനിൽ വരുന്നതായിരിക്കില്ലേ, ഇത് എത്ര കാലം ഉണ്ടാവും നമുക്ക് നോക്കാം, ഇതൊക്കെ എന്നോട് പറഞ്ഞിട്ട്. പക്ഷേ ഇപ്പം ഞാൻ ജെയ്ത്തൂനിൽ വന്ന് ഒരു വർഷം കഴിഞ്ഞ് ഇതുവരെ ആയിട്ടും ജെയ്ത്തൂനിൽ വന്ന് പിറ്റേത്തെ മാസം എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇപ്പം ഇത്രയായിട്ട് ഞാനുള്ളത്. അതുപോലെ കൊണ്ടുപോകാൻ പറ്റട്ടെ. പിന്നെ ഞാൻ മുന്നേ എന്ന് വെച്ചാൽ ഇത്തിരി ഇൻട്രോവേർട്ട് ടൈപ്പായിരുന്നു. ഇൻട്രോവേർട്ട് എന്ന് വെച്ചാൽ അങ്ങനത്തെ ഇൻട്രോവേർട്ടല്ല, ഒരു ആംബിവേർട്ട്. പക്ഷേ റിലേറ്റീവ്സിൻ്റെ അടുത്ത് അധികം നമ്മളിപ്പോൾ റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ പോയാലൊന്നും ഞാൻ ഒട്ടും സംസാരിക്കാറില്ല. ഞാൻ എൻ്റെ ഒരു കോർണറിലുണ്ടാവും എൻ്റെ ഫോൺ പിടിച്ചിട്ട്. അപ്പോൾ ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഇപ്പോൾ എല്ലാവരുടെ അടുത്തും സംസാരിക്കുമ്പോൾ ഇപ്പോൾ എല്ലാവരും ഇവിടെ ഹെട്രോജീനിയസ് ആണല്ലോ. അപ്പോൾ ഇപ്പോൾ എല്ലാവരുടെ അടുത്തും ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ ആൾക്കാർ എന്താണ് ഐ നോ ഹൗ ടു ഡീൽ വിത്ത് പീപ്പിൾ. അപ്പോൾ ഞാനിപ്പോൾ ഈ പ്രാവശ്യം പോയപ്പോൾ സമയത്ത് ഈ ബക്രീദിൻ്റെ ലീവിൻ്റെ സമയത്ത് ഞാൻ ദുബായി പോയപ്പോൾ
എൻ്റെ റിലേറ്റീവ്സ് തന്നെ പറഞ്ഞു, ഓ നദക്ക് നല്ല മാറ്റം വന്നിട്ടാ, നദിപ്പം നല്ലോണം സംസാരിക്കാൻ തുടങ്ങിയിട്ടാ, ഇവ പണ്ടൊക്കെ കാണണം ഫോണിലാണ് കുത്തിയിരിക്കണേ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കൊരു സന്തോഷം. ബിക്കോസ് ദേ ഹാവ് നോട്ടീസ് സംതിങ് ഗുഡ് അബൌട്ട് മീ. ഐ റിയലി താങ്ക് അബൌട്ട് ദാറ്റ്. അസ്സലാമു അലൈക്കും. ഞാൻ ഷോളിനെ പറ്റിയാണ്. ഞാൻ 10th വരെ ക്രിസ്ത്യൻ സ്കൂളിലാണ് പഠിച്ചത്. ഷോൾ ഇടാൻ പറ്റൂല, ഷർട്ടും സ്കേർട്ടുമാണ്, കാലും കൈയെല്ലാം കാണുന്ന സ്കൂള്. പക്ഷെ ഇവിടെ വന്നപ്പം ഫസ്റ്റ് ടൈം ഇതുപോലത്തെ യൂണിഫോം ഇടുന്നു, ഫസ്റ്റ് ടൈം ഷാൾ റോൾ ചെയ്യുന്നു. പക്ഷെ പുറത്ത് പോകുമ്പോൾ ഷാൾ ഇടും, പക്ഷെ ഇങ്ങനെ റോൾ ചെയ്യാൻ പഠിച്ച് ഇവിടെ വന്നിട്ടാണ്. എനിക്ക് പണ്ട് ളുഹറും അസറൊന്നും കിട്ടൂല സ്കൂളിൽ നിന്ന്. പക്ഷെ ഇവിടെ വന്നപ്പോൾ എല്ലാം ഓർഡറിൽ നിസ്കരിക്കുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ അറ്റൻഡൻസ് പേടിച്ചിട്ടാണ് നിസ്കരിക്കെങ്കിലും പക്ഷെ നിസ്കരിക്കുന്നുണ്ട്. പിന്നെ കുറേ തെറ്റ് ഇവിടെ വന്നിട്ട് ചെയ്ത്, പക്ഷെ അതൊന്നും പുറത്ത് നിന്ന് ഞാൻ ആ വലിയ തെറ്റാന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, കാരണം നാരോ മൈൻഡാണ്. പക്ഷെ ഇവിടെ വന്നപ്പോൾ അതെല്ലാം തെറ്റാന്ന് മനസ്സിലായി, ചെയ്യാണ്ടിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. As we have heard all these stories, let's make some change in ours. So once again, welcome back to Zaitoon Literature Festival 2024. Thank you.